കുഞ്ഞിന് പാല് കിട്ടുന്നില്ല. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? കൊച്ചു പാല് കുടിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. കൊച്ചു പാല് സക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ കുഞ്ഞിന് പാല് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതറിയാൻ നമ്മൾ ചെയ്യേണ്ടത് കുഞ്ഞിന്റെ ഡയപ്പർ വെറ്റാവുന്നുണ്ടോ എന്ന് നോക്കുക. സാധാരണ ഇതിൽ 2-3 മണിക്കൂറിനകത്ത് വെറ്റാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് ക്ലൈമറ്റ് ഇതൊക്കെ അനുസരിച്ച് 4-5 മണിക്കൂറിൽ ഒരിക്കലെങ്കിലും മൂത്രം പോയിരിക്കും. അപ്പോൾ ഡയപ്പർ ഒരു ദിവസം ഒരു 6 to 8 ടൈംസ് വെറ്റാവുന്നു എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നു എന്നുള്ളത് ഉറപ്പാണ്. അത് പിന്നെ പേടിക്കേണ്ട ആവശ്യം ഇല്ല. അതുപോലെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ പാല് എന്ന് പറയുന്ന സാധനം വരുന്നില്ല. പകരം കൊളസ്ട്രം എന്ന് പറയുന്ന കുറച്ച് കട്ടിയുള്ള ഒരു ദ്രാവകമാണ് വരുന്നത്. ഈ കൊളസ്ട്രത്തിനകത്ത് ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ട്, ഇമ്മ്യൂണിറ്റിക്ക് വേണ്ട ആന്റിബോഡീസ് ഉണ്ട്. ഇതൊക്കെ ഉള്ളതിനാൽ ഇത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഈ കൊളസ്ട്രം കിട്ടുന്ന കുട്ടിക്ക് മറ്റ് ഒരു പാലിൻ്റെയോ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ കുട്ടി 4-5 ദിവസത്തേക്ക് യൂറിൻ്റെ അളവും കുറച്ച് കുറവായിരിക്കും. കാരണം കൊളസ്ട്രം വളരെ പരിമിതമായ അളവിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതിനുശേഷം പിന്നെ ഒരു ട്രാൻസിഷണൽ മിൽക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊളസ്ട്രോളും പാലും കൂടെ ഒരു ചെറിയൊരു മിശ്രം കട്ടി കുറഞ്ഞ പാലായിട്ട് വരും. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ ശരിക്കുള്ള പാല് ഏതൊരമ്മയ്ക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അത് വരുന്നത് വരെയുള്ള സമയത്തിലാണ് എല്ലാവരും ടെൻഷൻ അടിക്കുന്നതും പ്രയാസപ്പെടുന്നതും ഒക്കെ. അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല.